കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും പാത്രത്തിന് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഞാൻ ഒത്തിരി കമന്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ചേച്ചി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ഗിഫ്റ്റ് ഒന്നും അയച്ചു തരണ്ട, സാരമില്ല, ഇത്രയൊക്കെ സഹായിച്ചത് അത് മതി, ഇനി മുന്നോട്ട് എന്തെങ്കിലുമൊക്കെ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ സുതിമോളുമായി റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് മറ്റൊരു വീഡിയോ ആണ്. ഈ വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി, കാരണം ഈ കോണ്ടന്റും വേറൊരു രീതിയിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോണ്ടന്റും കൂടി ഞാൻ ചെയ്യണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ വിഷയത്തിലോട്ട് നമുക്ക് നേരെ വരാം. അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സുതിമോളുടെ ലൈഫ് സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് അത്യാവശ്യത്തിലധികം താഴേക്കിടയിൽ നിന്നും ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലെവലാണ് സുതിമോളുടെ. അത്യാവശ്യം യൂട്യൂബ് ചാനലൊക്കെ നല്ല രീതിയിൽ പച്ച പിടിക്കുന്നുണ്ട്, നല്ല വ്യൂവർഷിപ്പും കാര്യങ്ങളും ഉണ്ട്. അവർക്ക് അതിൽ നിന്ന് അത്യാവശ്യം ഏണിങ്സും കിട്ടുന്നുണ്ട്. പക്ഷേ ഇത്രയും ഏണിങ്സും കാര്യങ്ങളൊക്കെ സുതിമോൾക്ക് ഇന്ന് കിട്ടുന്നുണ്ടെങ്കിലും താൻ ജീവിച്ചിരുന്ന ചുറ്റുപാട് വളരെ കഷ്ടത നിറഞ്ഞൊരു ചുറ്റുപാടിലായിരുന്നു. ഒരു മനുഷ്യന് സമാധാനത്തോടെ കയറി കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ഒരു വീടും ചെളിയും മഴയും വെള്ളവും എല്ലാം കൂടെയൊക്കെ നിറഞ്ഞ് വെള്ളക്കെട്ടുമായിട്ടൊക്കെ കിടക്കുന്ന ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വീട്ടിലാണ് ഈ പറയുന്ന സുതിമോള് കുറേ കാലം കൊണ്ട് ജീവിച്ചു തുടർന്നു പോകുന്നത്. ഇപ്പോൾ വീട് വയ്ക്കാനൊരു പ്ലാനും പിന്നെ വസ്തു മേടിക്കുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ട്. ഇന്നലെ ഞാൻ സുതിമോളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പേഴ്സണലി പറയില്ല, ആ വീഡിയോ കണ്ടപ്പോൾ ഈ മനുഷ്യന്മാരുടെ മനസ്സിനെയാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. ഇവന്മാർക്ക് എന്താ ഇങ്ങനെ ഒരാൾ ആർക്കെങ്കിലും അവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് അല്ലെങ്കിൽ സഹായിക്കുമ്പോൾ എന്തിനാടാ നമുക്കിങ്ങനെ കുരു പൊട്ടുന്നത്? അല്ലെങ്കിൽ അർഹതയില്ലാത്ത ഏതെങ്കിലും കൈകളിലാണ് ആ സഹായം എത്തുന്നതെങ്കിൽ നമ്മൾ പ്രതികരിക്കുന്നതിൽ കാര്യമുണ്ട്. അല്ലാണ്ട് ഒരാൾ ഒരു ഓണം അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് വരുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് കുറച്ച് ഡ്രസ്സുകളും കുറച്ച് വീട്ടിലെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ ഇപ്പുറത്തിരിക്കുന്നവന്മാർക്ക് എന്തിനാടാ കുരു പൊട്ടുന്നത്? സീരിയസ്ലി ഞാൻ ചോദിക്കുക, എന്തിനാ ഈ കുരു പൊട്ടുന്നത്? വിഷയത്തിലോട്ട് നേരെ വരാം. നമ്മുടെ സുതിമോൾക്ക് ഓണത്തോട് അനുബന്ധിച്ച് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങൾ എവിടെ നിന്നൊക്കെ അവർക്ക് കുറച്ച് ഡ്രസ്സ്, ഫ്ലാസ്ക്, പിന്നെ ഗ്ലാസ് ഒക്കെ ഇടുന്ന സ്റ്റാൻഡ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഓണം ആയതുകൊണ്ട് തന്നെ കുറച്ച് പേര് അയച്ചു കൊടുത്ത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ട് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇട്ടപ്പോൾ ഇതിന് താഴെ അവർക്ക് വരുന്ന കമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ നിങ്ങളെക്കാളും ഇഷ്ടപ്പെടുന്നവരില്ല, അവർക്ക് കൊടുത്തൂടെ എന്നുള്ള രീതിയിലൊക്കെ. എന്തായാലും ഞാൻ അതിനു മുമ്പേ ഇവർക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവരൊരു വീഡിയോ അയച്ചു നമുക്ക് കണ്ടു നോക്കാം. നമ്മൾ ചോദിച്ചോണ്ട് നീ പേര് പറഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് ചായയൊക്കെ രാത്രി ഇട്ട് കുടിച്ച് അടുത്ത് കൊണ്ട് വെച്ച് കുടിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ രാവിലെ ചായ ഇളക്കി ഒഴിച്ച് വെച്ചിട്ട് വൈകുന്നേരം വരെ ഇതിന് രതീഷേടാക്കി എളുപ്പത്തിന് വേണ്ടി ഞാൻ മേലാതെ കിടന്നില്ലേ, അപ്പൊ അതിന് വേണ്ടി ചായ തിളപ്പിച്ച് വെച്ചേക്കാനായിട്ട് ഫ്ലാസ്ക് വായിച്ചിട്ടുണ്ട്. ചായ ഫ്ലാസ്കും അതുപോലെ ഒരു ഗ്ലാസ് വെക്കുന്ന സ്റ്റാൻഡ് പിന്നെ സൈഡിലിരിക്കുന്ന തുണി എല്ലാം ഈ പറയുന്ന സുതിമോൾക്ക് കിട്ടിയ സാധനങ്ങളാണ്. ഇത്രയും സാധനങ്ങളൊക്കെ കിട്ടിയപ്പോൾ സുതിമോള് അതൊക്കെ കാണിച്ചിട്ട് ഇന്ന ആൾക്കാർ തന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഇടുന്നത്. വീഡിയോ ഇടുന്നതും ഇതിന് മുന്നേ ഇതുപോലെ ഏതൊക്കെ ആൾക്കാർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലിപ്പ് കൂടി ഒന്ന് കാണാം. ഓരോ ദിവസം ഇങ്ങനെ ഓരോന്നിങ്ങനെ അയച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ കമന്റ്സിലൊക്കെ ആൾക്കാർ പല രീതിയിലും പറയുന്നുണ്ട്, സുതി ഇല്ലാത്തവർക്ക് കൊടുക്കേണ്ട, സുതിയേക്കാൾ ഗതികെട്ട എന്തോ ആൾക്കാരുടെ അവർക്ക് കൊടുക്കാൻ പറയും. പക്ഷെ ഞാനായിട്ട് ഇവിടുത്തെ ആരോട് പറയാറില്ല എനിക്ക് അത് വേണം ഇത് വേണം, ഞാൻ ആരോടും പറഞ്ഞു. എന്റെ അവസ്ഥ കണ്ടിട്ട് എന്നോട് സ്നേഹം കൊണ്ട് ആൾക്കാർ അയച്ചു തരുന്ന ഗിഫ്റ്റുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വാങ്ങുന്നത്. അല്ലാതെ എനിക്ക് പേഴ്സണലി ഞാൻ ദാരിദ്ര്യം പറഞ്ഞ് ചോദിക്കുന്നതല്ല. എന്റെ അവസ്ഥ കണ്ടപ്പോൾ ആൾക്കാർ തന്നു പോകുന്നത് ഞാൻ സ്വീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ കമന്റ്സ് ഇട്ടാലും എനിക്ക് പരാതി ഒന്നുമില്ല. എന്ത് കമന്റ് പറഞ്ഞിട്ടോ കുഴപ്പമൊന്നും. ഈ കമന്റ്സിൽ വന്നിട്ട് സുതിമോൾക്ക് കിട്ടിയത് ഈ സാധനങ്ങൾ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ പറയുന്നവരടുത്ത് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ഇടാ, ഇത് ഓണത്തിന് അവർക്ക് കിട്ടിയ ഗിഫ്റ്റുകളും കാര്യങ്ങളാണ്. അവരോട് സ്നേഹം ആർക്കൊക്കെ അവരുടെ അടുത്ത് ഉള്ളത് കൊണ്ട് ആരൊക്കെ കുറച്ച് ഓണത്തിന് അയച്ചു കൊടുത്ത ഗിഫ്റ്റുകളും കാര്യങ്ങളാണ്. അവരിനി ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് അങ്ങ് വാരി നിറച്ച് വെച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. വീട് നിറച്ച് ഫ്ലാസ്കും വീട് നിറച്ച് ഗ്ലാസിന്റെ സ്റ്റാൻഡും വീട് നിറച്ച് ഡ്രസ്സും വാരി വെച്ചുകൊണ്ടല്ല അവരിയ്ക്കുന്നത്. ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടും ദുരിതത്വം ഒക്കെ ഇങ്ങനെ ഫേസ് ചെയ്ത് അതിൽ ഓരോ പടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അവർക്ക് ആരെങ്കിലും അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും സ്നേഹത്തോടെ കുറച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് കണ്ട് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ലടേ. എന്തിനാണ് ഇങ്ങനെ കുരുപൊട്ടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രമാത്രം അവർ നിന്നോടൊക്കെ എന്താണ് ചെയ്തത്? അല്ലെങ്കിൽ അവർ ഈ പറയുന്ന പോലെ ഈ ദാരിദ്ര്യം ഇങ്ങനെ ഡെയിലി വന്നിരുന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുക അല്ല അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ ഓക്കെ. ഇത് ആൾക്കാർ അവരുടെ ഇഷ്ടത്തിന് അവർക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കുന്നു, സഹായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ട് കുരുപൊട്ടേണ്ട ഒരു കാര്യമില്ല. അതിന് അസൂയെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞില്ലേ അവരെന്തെങ്കിലും തട്ടിപ്പോ പരിപാടിയൊക്കെ നടത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിക്കും എങ്കിൽ ഞാനും ഉറപ്പായിട്ട് പ്രതികരിക്കാം. അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഒരു കാരണവുമില്ലാതെ
ചുമ്മാ അവർക്ക് ആരെങ്കിലും ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നതിലൊക്കെ പോയിട്ട് നെഗറ്റീവ് കാണുകയും അതിനെ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കി അവരുടെ കമന്റ് ബോക്സിൽ പോയി കമന്റ് ഇടുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഓഫ് കോഴ്സ് വിഷമം വരും. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആക്റ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റിവിറ്റി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഇവരെ പോലുള്ളവർക്കൊന്നും അത്ര പെട്ടെന്ന് ഇങ്ങനെ നെഗറ്റീവ് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് പോകാനുള്ളൊരു മൈൻഡ് സെറ്റ് വരത്തില്ല, എത്രയൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ കൂടി. ഇപ്പം ഞാൻ തന്നെ എനിക്ക് നെഗറ്റീവ് വരുമ്പോൾ ഞാൻ ചിരിച്ചളിച്ച് വിടും. എങ്കിലും ചില നെഗറ്റീവ് ആണോ എനിക്കൊന്ന് ചൊറിഞ്ഞു വരും, പിന്നെ നമ്മൾ വിടും. ആ ഒരു സെറ്റ് എനിക്ക് വിഷമമൊന്നും ഇരുന്നൊന്നും കരയത്തൊന്നുമില്ല, പക്ഷെ ചൊറിഞ്ഞു വരും ചിലതിനൊക്കെ മറുപടി തരാൻ. എങ്കിലും അങ്ങ് വിടും, ഇഗ്നോർ ചെയ്ത് വിടും. അതുപോലെ എല്ലാവർക്കും അത് ആ ഒരു മൈൻഡ് സെറ്റിൽ എടുക്കാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ അവർക്കൊക്കെ വിഷമം വരും, എന്ത് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ആൾക്കാർ കുറ്റം പറയുന്നു എന്നുള്ളൊരു തോട്ടൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ അവർക്ക് ആരെങ്കിലും സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കണ്ട് അല്ലെങ്കിൽ അവർ വന്ന വഴിയൊക്കെ കണ്ടിട്ട് ആൾക്കാർ അവരോടുള്ള സ്നേഹത്താൽ അവർക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കുന്നതിൽ എന്തിനാടാ കോപ്പുകളെ നീയൊക്കെ ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ പോകുന്നത്? കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും പാത്രത്തിന് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഞാൻ ഒത്തിരി കമന്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ചേച്ചി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ഗിഫ്റ്റ് ഒന്നും അയച്ചു തരണ്ട, സാരമില്ല, ഇത്രയൊക്കെ സഹായിച്ചിട്ട് അത് മതി, ഇനി മുന്നോട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ ദയവായിട്ടൊരു വഴി കാണിച്ചു തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, എന്റെ സ്വയം പ്രയത്നത്തിൽ ഞാൻ എല്ലാം വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, സുധി ബാഡ് കമന്റ് ഒരു കാരണവശാലും സുധി മൈൻഡ് ചെയ്യരുത്, അത് പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സുധി എന്ത് പറഞ്ഞാലും എനിക്ക് തോന്നുന്ന വരെ ഞാൻ അയച്ചു തന്നുകൊണ്ടിരിക്കുമെന്ന് ഉറപ്പ് ഇങ്ങനെ തീർത്ത് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ ആ ബാഡ് കമന്റ് അഫക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാഡ് കമന്റുകൾ കണ്ടിട്ട് ഇവർ അവരോട് വിളിച്ച് പറയേണ്ടത്, ചേച്ചി നമുക്കിനി ഇതിങ്ങനെ ഒന്ന് അയച്ചു തരേണ്ട, ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും ഈ പറയുന്ന നെഗറ്റീവ് കമന്റിനെ ഒരുപോലെ എടുക്കണമെന്നില്ല. ഞാനൊക്കെ ആണെങ്കിൽ ഇഗ്നോർ ചെയ്തങ്ങ് വിടും, വോട്ട് പുല്ല് എന്ന് പറയും. അത് അവർക്ക് ഫീലായി, അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ചേച്ചി ഇനി എനിക്കിങ്ങനെ പ്രോഡക്റ്റ്സ് ഒന്നും അയച്ചു തരണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ അവരും ഭയങ്കര പോസിറ്റീവോടെ ഇവർക്ക് സപ്പോർട്ടായിട്ട് നിന്നാണ് സംസാരിച്ചത്. അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവരയക്കുന്നത്. അത് അവരുടെ ഇഷ്ടമാണ്, അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് നമുക്ക് ആർക്കും ഇല്ല. പിന്നെ ഈ പറയുന്ന പോലെ ആൾക്കാരെ പറഞ്ഞു പറ്റിച്ച് അങ്ങനത്തെ എന്തെങ്കിലും കണ്ടന്റ്സും കാര്യങ്ങളും ചെയ്തിപ്പോൾ ഇവർ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് അത് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ആസ് എ വ്യൂവർ, ആസ് എ സബ്സ്ക്രൈബർ, അല്ലെങ്കിൽ ആസ് എ പബ്ലിക് എന്ന രീതിയിൽ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അല്ലാണ്ട് അവരെന്തെങ്കിലും അവരുടെ ഇഷ്ടത്തിന് അവരുടെ വീടും കാര്യങ്ങളൊക്കെ വ്ളോഗ് ചെയ്ത് പോയി അവർ വന്ന സാഹചര്യങ്ങളും ജീവിച്ച സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന് അവർ ഈ താഴേക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്നത് ഓരോ ഭാഗങ്ങളും നിങ്ങളടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പോയൊക്കെ നീയൊക്കെ ദാരിദ്ര്യം കണ്ടെത്തി അല്ലെങ്കിൽ അതിൽ പോയി നെഗറ്റീവ് കണ്ടെത്തി പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ലേ സത്യം. എന്തായാലും സുധിമോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ഈ സാധനങ്ങളൊക്കെ എടുക്കുക. നെഗറ്റീവ് കമൻറ്റ് നമുക്കൊരു ആർജവമായിട്ട് അങ്ങ് എടുക്കുക. ഇവന്മാർ 10 നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട അവന്മാരും നമുക്കൊരു വ്യൂവറാണ്. മനസ്സിലായോ? എന്തായാലും സുധിമോൾ അതിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമുക്കൊന്ന് കേട്ടോക്കാം. അപ്പൊ അതുകൊണ്ടാണ് ബാഡ് കമന്റ് ഇടുന്നതോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് എനിക്ക് തരണ്ടാന്ന്, പക്ഷെ അവർ തരണം എന്ന് അവർ മനസ്സിലാക്കി വിചാരിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ തന്നെ ബാഡ് കമന്റ് ഇടുന്നതോട് ഏറ്റവും കൂടുതൽ നന്ദിയുണ്ട് എനിക്ക് നല്ല കമന്റ് ഇടുന്ന ആൾക്കാരെക്കാളും കൂടുതൽ നന്ദിയും കടപ്പാടും എനിക്ക് ബാഡ് കമന്റ് ഇടുന്നവരോടാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അപ്പൊ നിങ്ങൾ വിചാരിക്കും അതന്നെ സുധി ഞങ്ങൾ നല്ല കമന്റ് ഇട്ടിട്ട് സുധിക്ക് ഒരു മൈൻഡും ഇല്ല, ബാഡ് കമന്റ് ഇട്ടവരോട് ഇത്ര നന്ദിയും കൂറും എന്നാന്ന് ചോദിക്കും. അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എല്ലാവരെക്കാളും കൂടുതൽ എന്റെ വീഡിയോ ഫുള്ള് സൂക്ഷ്മമായിരുന്നു കാണുന്നത് അവരാണ്. അവരത് കണ്ട് അതിൻ്റെ അകത്ത് തെറ്റും കുറ്റവും കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോ വീഡിയോയുടെയും ഇടുന്ന ലെങ്ത് എത്രയുണ്ട് അത്രയും ലെങ്തിൽ അവർ വീഡിയോ കാണും. വേറെ ആരും ചിലപ്പോൾ ഒന്നും കണ്ടെന്ന് വരത്തില്ല, പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നവരൊക്കെ ഉണ്ടാകും. ബാഡ് കമന്റ് ഇടുന്നവരാണ് എനിക്ക് കൂടുതലും പൈസ റെഡിയാക്കി തരുന്നത്. കാരണം വീഡിയോ കാണുന്ന അനുസരിച്ചാണ് നമുക്ക് പൈസ തരുന്നത്. അവർ പക്ഷെ ഒരു വാക്ക് പോലും വിടാതെ അവരെന്റെ വീഡിയോസ് മൊത്തം കാണും. അതിനായിട്ടാണ് അവരെനിക്ക് ലൈക്ക് കമന്റ് ഇടും. അത് ചെറിയ കമന്റ് ഒന്നും അവരെനിക്ക് തരുന്നത്, വലിയ നീളത്തിലുള്ള കമന്റുകളൊക്കെയാണ് എനിക്ക് അവർ തരുന്നത്. അതിനൊക്കെ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് അവരോട്. അന്നേരം എന്നെ സ്നേഹിക്കുന്നതോട് നന്ദിയുണ്ട്. എന്നാൽ ഇച്ചിരി കൂടുതൽ എനിക്ക് നന്ദിയും കടപ്പാടുള്ളത് എനിക്ക് ബാഡ് കമന്റ് ഇടുന്നവരോട്. കാരണം അവരാണ് എന്റെ കൂടുതലും സൂക്ഷ്മമായിട്ട് ഒരു പുള്ളി തെറ്റാതെ എന്റെ വീഡിയോ കാണുന്നവർ അവരാണ്. അത് സുധിമോള് പറഞ്ഞത് കറക്റ്റാണ്. നമുക്ക് എല്ലാ വ്യൂവേഴ്സും, അത് ബാഡ് കമന്റ് ഇടുന്നവരായാലും പോസിറ്റീവ് കമന്റ് ഇടുന്നവരായാലും, നമുക്ക് എല്ലാ വ്യൂവേഴ്സും നമുക്ക് ക്യാഷ് ആണ് തരുന്നത്. അവരാണ് നമുക്ക് പൈസ തരുന്നത്. സത്യം പറഞ്ഞാൽ അവർ വീഡിയോ കാണുന്നത് കൊണ്ടാണ് നമുക്കതൊരു റവന്യൂ അല്ലെങ്കിൽ ഒരു ഇൻകം ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സത്യം, സീരിയസ്ലി, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഈ ബാഡ് കമന്റ് ഇടാൻ വേണ്ടി ചിലവന്മാർ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഇരുന്ന് മൊത്തം കാണും. ഇവൻ്റെ എവിടെയിട്ട് ഇവനിട്ട് അടിക്കാം, എവിടെയിട്ട് ഇവന് കൊട്ടാം എന്ന് പറഞ്ഞ് അടപടല വരുന്ന വീഡിയോ കാണുന്ന ചില ഓളികളുണ്ട്, നെഗറ്റീവ് ഓളികൾ. അവന്മാരിങ്ങനെ ഇരുന്ന് കാണുമ്പോൾ എന്നിട്ട് ലാസ്റ്റ് അവന്മാരൊന്നൊരു കമൻറ്റ് വിടും, എന്തായാലും മോശമായ കമൻ്റ് ആയിരിക്കും. പക്ഷെ ഇരുന്ന് കുറ്റം കണ്ടുപിടിക്കുമ്പോൾ ലവന്മാരാലോചിക്കേണ്ടത്, നീയൊക്കെ ഇരുന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് കാണൂലേ, അത് ഈ പറയുന്ന പോലെ ഓരോരുത്തർക്കും വ്യൂവാണ്. അതിപ്പോൾ സുധിമോൾക്കായാലും എനിക്കായാലും ആർക്കായാലും അതൊരു വ്യൂവാണ്. അതിൽ നിന്നും ഇൻകം ജനറേറ്റ് ആവുന്നു. കൂടുതൽ സമയം കണ്ടു കഴിഞ്ഞാൽ അത്രയും കൂടുതൽ ഇൻകം ജനറേറ്റ് ആവും. ഇതൊക്കെ ആദ്യം മനസ്സിലാക്കുക ഈ ബാഡ് കമൻറ്റ് ഇടുന്നവരായാലും. പിന്നെ നിന്നൊക്കെ പറഞ്ഞങ്ങ് ഒറ്റയടിക്ക് നന്നാക്കാനൊന്നും പറ്റത്തില്ല. സ്വയം അറിഞ്ഞ് നന്നാവാൻ പറ്റുമെങ്കിൽ അങ്ങ് നന്നാവുക. അല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരിലെല്ലാം
ഇങ്ങനെ നെഗറ്റീവ് കണ്ടുപിടിച്ച് ഇരുന്ന് ദ്രവിച്ചു പോകാനേ നിനക്കൊക്കെ കഴിയത്തുള്ളൂ. ഇതിൻ്റെ അപ്പുറം എനിക്ക് നിന്നെ ഒന്നും താഴ്ത്തി കെട്ടി പറയാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല, വേണ്ട. കാരണം എവിടെ പോയാലും ഈ ഡൊമക്സിൽ മറ്റേ ചാകാതെ ഇരിക്കുന്ന 0.0% കീടാണുക്കൾ കാണും. അതെനിക്കറിയാം. എന്തായാലും ആ കീടാണുക്കളും നമുക്ക് ഇൻകമാണ്, ആർക്കായാലും, ഏതൊരു യൂട്യൂബർക്കായാലും. എന്തായാലും കീടാണുക്കൾ അവിടെ നിന്ന് കീടത്തിൻ്റെ കളി കളിച്ചോ. കീടാണുക്കൾ ഡൊമക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ നശിക്കും. ബാത്റൂമിൽ കീടാണുക്കൾ പെരുകും. പക്ഷേ യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കീടാണുക്കൾ എത്രത്തോളം നെഗറ്റീവ് പറയുന്നു അത്രത്തോളം ഇൻകം ജനറേറ്റ് ആവും ഈ പറയുന്ന യൂട്യൂബേഴ്സിന്. അത് മനസ്സിലാക്കി കീടാണുക്കൾ ആ ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ കീടാണുക്കൾക്കും കുഴപ്പമില്ല, നമുക്കും കുഴപ്പമില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൊണ്ടാടിക്കോ. എന്തായാലും സുതിമോളെ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, സ്ട്രോങ് ആയിട്ട് പോവുക. നെഗറ്റീവൊക്കെ പോട്ട്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആരെയും പറ്റിക്കുന്നില്ല എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കും ഉണ്ട്, കാണുന്ന പ്രേക്ഷകർക്കും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് ഇതുപോലെ നെഗറ്റീവ് ഓളികളൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. എന്നൊരു ജെന്യൂനിറ്റി കീപ്പ് ചെയ്ത് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ.